പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കേൾക്കണം. എന്നാൽ അതിൻ്റെ എല്ലാ വശങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഗൾഫിലേക്ക് പോയി അവിടെ ജോലി ആരംഭിച്ചു. അപ്പോൾ അയാൾ എത്ര കാലമായി അവിടെ ആയിട്ട്, എത്ര കാലമായി അവിടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാൻ ഇംഗ്ലീഷിൽ എന്ത് ടേമാണ് ഉപയോഗിക്കാം, ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നാം ഉപയോഗിക്കുന്നൊരു ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറയുമ്പോൾ എത്ര നാൾ, എത്ര കാലമായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എത്ര സമയമായി എന്നൊക്കെ അതിനർത്ഥം വരും. എത്ര നാളായി നിങ്ങൾ കാനഡയിലാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഹൗ ലോങ് ഉപയോഗിച്ചോണെന്ന് പറഞ്ഞു നോക്കൂ. വളരെ സിമ്പിളാണ്. പറയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രമിക്കൂ. യെസ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ കാനഡ? നിങ്ങൾ കാനഡയിൽ എത്ര കാലമായി? നിങ്ങൾ ദുബായിൽ എത്ര കാലമായി? ഒന്ന് ശ്രമിച്ചു നോക്കൂ. വളരെ സിമ്പിളാണ്. നേരത്തെ നമ്മൾ പഠിച്ച ഉദാഹരണം പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കൂ. കാനഡ എന്നുള്ള ദുബായിലാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് ശ്രമിക്കൂ. യെസ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ദുബായ്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ദുബായ്? അടുത്തത്, നിങ്ങൾ എത്ര കാലമായി നിങ്ങൾ ബോംബെയിൽ ആയിട്ട്? നമ്മൾ രണ്ട് ഉദാഹരണം പഠിച്ചു. അതേ മോഡലിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ദുബായ് എന്നതിന് പകരം ബോംബെ എന്നാക്കിയാൽ മതി. കിട്ടിയോ? യെസ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ബോംബെ? ബോംബെയുടെ ഇപ്പോഴത്തെ പേര് മുംബൈ എന്നാണ്. അപ്പോൾ എത്ര കാലമായി ഒരു സ്ഥലത്ത് ആയിട്ട് എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു. ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ കാനഡ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ മുംബൈ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ദുബായ് എന്നെല്ലാം നാം പഠിച്ചു. ഇങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് എങ്ങനെ ആൻസർ പറയാമെന്നാണ് ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത്. ഐ ഹാവ് ബീൻ ഇൻ കാനഡ ഫോർ ലാസ്റ്റ് 6 years. ഐ ഹാവ് ബീൻ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഐ ഹാവ് ബീൻ ഇൻ കാനഡ, ഐ ഹാവ് ബീൻ ഇൻ മുംബൈ, ഐ ഹാവ് ബീൻ ഇൻ ദുബായ്. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നാം ടൈം ഉപയോഗിക്കുമ്പോൾ 2 വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്നുകിൽ ഫോർ ഉപയോഗിക്കാം. ഒരു കൃത്യമായ സമയം നമുക്കറിയില്ല. നമ്മൾ ബോംബെയിൽ കുറേ വർഷമായി ജോലി ചെയ്യുന്നു. കൃത്യമായ ടൈം അറിയില്ല. ഏകദേശം ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം എന്നെല്ലാം നമുക്ക് പറയണം. അതിനു വേണ്ടി നമ്മൾ ഫോർ എന്നാണ് ഉപയോഗിക്കാറ്. ഫോർ 3 years 3 വർഷത്തോളം, ഫോർ 5 years 5 വർഷത്തോളം, ഫോർ 6 years 6 വർഷത്തോളം. ഒരു കൃത്യമായ സമയം പറയുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് ഇത്ര വർഷം ജോലി ചെയ്യുകയാണ്, ഇത്ര വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ്, കൃത്യമായ സമയം അറിയാം. അങ്ങനെയാണെങ്കിൽ സിൻസ് ഉപയോഗിക്കണം. സിൻസ് 2015, 2015 മുതൽ ഞാൻ അവിടെയാണ്. അവിടെ കൃത്യമായ ടൈമാണ് 2015 എന്നുള്ളത്. അതുപോലെ തന്നെ 8 മണി മുതൽ ഞാൻ അവിടെയാണ്, അത് കൃത്യമായ ടൈമാണ്. അപ്പോൾ സിൻസ് 8 o'clock എന്ന് പറയണം. അതുപോലെ തന്നെ സിൻസ് മൺഡേ, തിങ്കളാഴ്ച മുതൽ ഞാൻ അവിടെയാണ്, അതെല്ലാം കൃത്യമായ ടൈം. അപ്പോൾ കൃത്യമായൊരു ടൈം പറയുന്നുവെങ്കിൽ സിൻസ് ഉപയോഗിക്കുന്നു. കൃത്യമായ സമയം പറയുന്നില്ല എങ്കിൽ, ഏകദേശ ടൈമാണ് നാം പറയുന്നതെങ്കിൽ ഫോർ നമ്മൾ ഉപയോഗിക്കണം. ഇനി നമുക്ക് ആൻസർ എങ്ങനെയെന്ന് പറയാമെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ ഇൻ കാനഡ ഫോർ ലാസ്റ്റ് 6 years. കഴിഞ്ഞ 6 വർഷത്തോളമായി ഞാൻ കാനഡയിൽ ആണ്. ഇനി അടുത്ത ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കൂ. ഐ ഹാവ് ബീൻ ഇൻ
മുംബൈ ഫോർ ലാസ്റ്റ് 10 years. അതിനർത്ഥം നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഒന്ന് ശ്രമിക്കൂ. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഞാൻ കാനഡയിൽ ആണ്. യെസ്, പഠിച്ചില്ലേ? ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. ഗ്രാമർ പഠിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഗ്രാമറിൽ പഠിപ്പിക്കുകയാണെങ്കിൽ എത്ര പ്രയാസമായിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, വേർബ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ ബോറടിപ്പിച്ചു. നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിമ്പിൾ മെത്തേഡിലൂടെ സ്ട്രെച്ചേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് നമ്മളത് ലൈഫിൽ അതിൻ്റെ കൃത്യമായ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഭാഷ പഠിക്കാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അതിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ള. രണ്ടാമതായിട്ട് ഡെയിലി പ്രാക്ടീസ്. ഡെയിലി പ്രാക്ടീസിലൂടെ നമുക്ക് ഭാഷ നമുക്ക് കൈവശപ്പെടുത്താൻ സാധിക്കും. അവൻ 2015 മുതൽ അവൻ കോയമ്പത്തൂരിലാണ്. എങ്ങനെ പറയും? ഒന്ന് ശ്രമിച്ചു നോക്കൂ. അവൻ 2015 മുതൽ കോയമ്പത്തൂരിലാണ്. ഇപ്പോഴും അവൻ അവിടെ തന്നെയാണ്. 2015 മുതൽ അവിടെ ജോലി തുടങ്ങിയതാണ്. ഇപ്പോഴും അവന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ വർക്കിലാണ്. അപ്പോൾ 2015 മുതൽ അവിടെ തന്നെയാണ് അവന്. അതെങ്ങനെ പറയും? കിട്ടിയില്ലേ? യെസ്, നമുക്ക് പറയല്ലേ? ഐ ഹാവ് ബീൻ പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്നെ കുറിച്ചല്ല പറയുന്നത്, മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ അല്ലാത്ത, അല്ലാത്ത മറ്റൊരു ഏകവചന സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹി ഹാസ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇതുവരെ പഠിച്ച ഹാവ് ബീൻ ആണ്. നമ്മൾ ഹാസ് ബീൻ ഇവിടെ ഉപയോഗിക്കണം. ഹി ഹാസ് ബീൻ ഇൻ കോയമ്പത്തൂർ സിൻസ് 2015. കിട്ടില്ലേ? ഐഡിട്ടില്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഐ എന്നുള്ള സബ്ജക്റ്റ്, യു എന്നുള്ള സബ്ജക്റ്റ്, അതുപോലെ ബഹുവചനം ദേ, വി ഇതുപോലുള്ള സബ്ജക്റ്റിനോട് കൂടെ ഹാവ് ബീൻ ഉപയോഗിക്കുന്നു. ഹി, ഷീ, ഇറ്റ്, അവന്, അത്, അവള് ഇതുപോലെ ഏകവചന സബ്ജക്റ്റ് പേരുകൾ സാലിമ്, റഹീം, സാലിമ, ഷാക്കിറ, അത് രാഹുൽ ഇതുപോലുള്ള പേരുകളെ ഉപയോഗിച്ചൊക്കെ പറയുമ്പോൾ ഹാസ് ബീൻ ആണ് നാം ഉപയോഗിക്കേണ്ടത്. ഇവിടെ നാം പറഞ്ഞു ഹി ഹാസ് ബീൻ ഇൻ കോയമ്പത്തൂർ, ഹി ഹാസ് ബീൻ ഇൻ കോയമ്പത്തൂർ, ഷീ ഹാസ് ബീൻ ഇൻ കോയമ്പത്തൂർ, ഇറ്റ് ഹാസ് ബീൻ ദർ. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് 3 ചോദ്യവും 3 ഉത്തരവും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങളൊക്കെ നന്നായിട്ട് ശ്രമിക്കണം. ഞാൻ മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, കുറഞ്ഞ സമയം ഗ്യാപ്പ് തരും. ആ സമയത്ത് നിങ്ങൾ സ്വയം പറയാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങളത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. റെഡിയല്ല എല്ലാവരും? യെസ്, നമുക്ക് ആരംഭിക്കാം. നീ ബാംഗ്ലൂരിലായിട്ട് എത്ര കാലമായി? ഒന്ന് പറഞ്ഞു നോക്കൂ. കിട്ടിയോ? പറഞ്ഞില്ലേ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ബാംഗ്ലൂർ? യെസ്, കറക്റ്റ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ബാംഗ്ലൂർ? ഇനി അതിൻ്റെ ആൻസർ നമുക്ക് പറയാം. ഞാൻ 5 വർഷമായി ബാംഗ്ലൂരിൽ ആണ്. ഞാൻ 5 വർഷമായി ബാംഗ്ലൂരിൽ ആണ്. പറഞ്ഞു നോക്കൂ. കിട്ടിയില്ലേ? ഐ ഹാവ് ബീൻ ഇൻ ബാംഗ്ലൂർ ഫോർ 5 years. ഐ ഹാവ് ബീൻ ഇൻ ബാംഗ്ലൂർ ഫോർ 5 years. അടുത്ത ചോദ്യം, അവൾ എത്ര കാലമായി അവിടെയായിട്ട്? ഒന്ന് ശ്രമിച്ചു നോക്കൂ. അവൾ എത്ര കാലമായി അവിടെ ആയിട്ട്? റെഡിയല്ലേ? പറയട്ടെ.
How long has she been? How long has she been there? How long has she been there? How long has she been there? അവൾ എത്ര കാലമായി അവിടെയായിട്ട്? അതിന് ആൻസർ നമുക്ക് പറയാം. അവൾ 2018 മുതൽ അവൾ അവിടെയാണ്. 2018 മുതൽ അവൾ അവിടെയാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, ആൻസർ പറയട്ടെ. ഷീ ഹാസ് ബീൻ ദർ സിൻസ് 2018. 2018 ഒരു കൃത്യമായ ടൈമാണ്. അപ്പോൾ നാം സിൻസ് ഉപയോഗിക്കണം. ഷീ ഹാസ് ബീൻ ദർ. She has been there. She has been there since 2018. കിട്ടിയില്ലേ? റെഡി അല്ലേ? അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അവർ എത്ര കാലമായി തൃശ്ശൂരിൽ ആയിട്ട്? അവർ എത്ര കാലമായി തൃശ്ശൂരിൽ ആയിട്ട്? ഒന്ന് പറഞ്ഞു നോക്കൂ. Yes. How long have they been? How long have they been in Thrissur? അവിടെ ദേ എന്നുള്ള പ്ലൂറിലാണ്. അവർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഹാവ് ബീൻ നമ്മൾ ഉപയോഗിക്കണം. How long have they been? How long have they been in Thrissur? അവർ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവർ തൃശ്ശൂരിലാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവർ തൃശ്ശൂരിലാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ. They have been in Thrissur since last Monday. They have been in Thrissur since last Monday. പിടികിട്ടില്ലേ? They have been പ്ലൂറലാണ്. They have been in Thrissur since last Monday. Since last Monday, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവർ തൃശ്ശൂരിലാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ ഹാവ് ബീൻ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതിൻ്റെ ഇടയിൽ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. ഹൗ ലോങ് ഹാവ് യു ബീൻ? ഹൗ ലോങ് ഹാവ് യു ബീൻ? ഹാവ് ബീനിൻ്റെ ഇടയിൽ സബ്ജക്റ്റ് കയറി വരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ആൻസർ പറയുമ്പോൾ അത് ഒരുമിച്ച് ഉപയോഗിക്കണം. ഐ ഹാവ് ബീൻ എന്നാണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഹൗ ലോങ് ഹാവ് യു ബീൻ? ഹൗ ലോങ് ഹാവ് യു ബീൻ ദർ? എത്ര വർഷമായി അവിടെയായിട്ട്? അത് ആൻസർ പറയുമ്പോൾ ഐ ഹാവ് ബീൻ ഒരുമിച്ച് ഉപയോഗിക്കും. ക്വസ്റ്റ്യനിൽ ഹാവ് ബീൻ ഇടയിൽ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. ആ ഒരു മാറ്റം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹൗ ലോങ് ഹാവ് യു ബീൻ? ആൻസർ പറയുമ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു ഐ ഹാവ് ബീൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് വെറൈറ്റി ലെസൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പുതിയ പുതിയ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വലിയ കാര്യമാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.